നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് നല്ല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ടൈമിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞ കാര്യം തന്നെ നമ്മളൊന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 3 സബ്ബായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഡാറ്റാബേസ് കണക്ട് ചെയ്തപ്പോൾ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമുക്ക് 2 രീതിയിലാണ് ഡാറ്റാബേസിൽ. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ലോക്കൽ ഡാറ്റാബേസ്, അതായത് നിങ്ങളുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ തന്നെ ഡാറ്റാബേസ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യും. ആ സെർവറാണ് നിങ്ങൾ ഈ ഡാറ്റാബേസിൽ പോയിട്ട് ബ്രൗസിൽ പോയിട്ട് ലോക്കലായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ കണക്ട് ചെയ്തത് അന്ന്. ഞാൻ വേറെ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ, ഈ കണക്ട് അടിച്ച് ഡാറ്റാബേസ് കൊടുത്ത് ഇവിടെ IP അഡ്രസ്സ് ഉണ്ടോ, IP അഡ്രസ്സ് വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഹോസ്റ്റ് ചെയ്ത ഡാറ്റാബേസ്, അതേപോലെ ഇൻ്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്ത ഡാറ്റാബേസ്, ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സും അതിന് സെറ്റ് ചെയ്ത യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. അത് ഇൻ്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്താണ്, ഇൻ്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്താണ്. ഇൻ്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്ത യൂസർ നെയിമും ഇൻ്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്ത പാസ്വേഡും എൻ്റർ അടിച്ചിട്ട് നമ്മൾ ഇതേപോലെ കണക്ട് അടിച്ചാൽ എന്താവും, ആ ഇൻ്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്ത ഡാറ്റാബേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതൊന്ന് വേറെ ഇൻ്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്തതാണ്, ഇത് വേറൊരു ഇൻ്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്തതാണ്. ഇത് രണ്ടും കണക്ട് അടിച്ച് യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കണക്ട് ചെയ്തതിനാൽ അത് ഇതേപോലെ കണക്ട് ആവും. ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് വലിയ ഡാറ്റാബേസ് കാണാം. ഇനി ഞാനിത് ഡിസ്കണക്ട് ചെയ്തിട്ട് എൻ്റെ ലോക്കൽ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റാബേസ് തന്നെ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഞാൻ SQL ഒതൻറ്റിഫിക്കേഷൻ കൊടുത്തു, പാസ്വേഡ് യൂസർ നെയിം SSA ആണ് കൊടുത്തത്. അത് രണ്ടും വെച്ച് കണക്ട് ചെയ്തു, ഇത് ഓപ്ഷനിലാക്കി കണക്ട് കൊടുത്തു. ഇവിടെ ഡാറ്റാബേസ് എക്സ്പാൻഡ്. ഞാനിവിടെ ഓൾറെഡി ഒരു ഡാറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സാമ്പിൾ DB എന്ന് പറഞ്ഞാൽ. നിങ്ങൾ JD HRMS അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു ഡാറ്റാബേസ്, ഒരു സാമ്പിൾ വാങ്ങുന്ന ഡാറ്റാബേസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത് 2 കമൻ്റാണ് SQL. ഒന്ന് ഇൻസേർട്ട്, 2 സെലക്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 കമൻറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാമ്പിളായിട്ട് ഒരു ബാങ്കിങ്ങിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് അന്ന് പറഞ്ഞ പോലത്തെ ഫോർമാറ്റിലൊന്നും ആയിരിക്കില്ല. ജസ്റ്റ് ഒരു കസ്റ്റമർ കോഡും, കസ്റ്റമർ സേവ് ചെയ്യാൻ വേണ്ടി ഒരു കസ്റ്റമർ കോഡും, അതുപോലെ കസ്റ്റമർ നെയിമും മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മൾക്ക് സ്ട്രക്ചേർഡ് കാര്യങ്ങൾ നമുക്ക് ആക്ച്വൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള നെയിമിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഈ എക്സാമ്പിൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ എൻവെയർ ഓഫ് ഒരു 50 കൊടുത്തു, കസ്റ്റമർ കോഡ് എൻവെയർ ഓഫ് ഒരു 30 കൊടുത്തു. ഓക്കെ, കസ്റ്റമർ കോഡ് എന്നായിരിക്കും പ്രൈമറിക്ക്. ഞാൻ ഇത് സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് കസ്റ്റമർ മാസ്റ്റർ പറഞ്ഞിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ടേബിളും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഇതിലേക്കാണ് ഞാൻ എൻ്റെ ട്രാൻസാക്ഷൻ ഡാറ്റ കൊടുക്കുന്നത്. ട്രാൻസാക്ഷനിൽ എന്തെല്ലാം വരും, ഒരു ഡേറ്റ് ഉണ്ടാവും, അതേപോലെ ട്രാൻസാക്ഷന് ഒരു ID ഉണ്ടാവും, അതുപോലെ ട്രാൻസാക്ഷൻ എമൗണ്ട് ഉണ്ടാവും, ഒരു റിമാർക്സും ആണെങ്കിൽ റിമാർക്സും കൊടുക്കാം. ഞാൻ ക്രിയേറ്റഡ് TS ഒന്നും കൊടുക്കുന്നില്ല, തൽക്കാലം നമ്മളൊരു എക്സാമ്പിൾ മാത്രം എഴുതുന്നുണ്ട്. ഓക്കെ, റിമാർക്സ്. ഓക്കെ, ഞാൻ ട്രാൻസാക്ഷൻ ഡേറ്റ് ഇത് ഡേറ്റ് ആക്കി കൊടുക്കുന്നു. ID എന്ന് പറയുന്നത് എൻവെയർ ഓഫ് ഒരു 10 കൊടുക്കുക തൽക്കാലം. ട്രാൻസാക്ഷൻ എമൗണ്ട് ഒരു ന്യൂമറിക് ഡെസിമലിന് ശേഷം നമുക്കൊരു 2 വാല്യൂ വെക്കും. റിമാർക്സും ഇതേപോലെ എൻവെയർ ഓഫ് ഒരു 200 വെച്ചു. പിന്നെ ഒരു ഫീൽഡ് കൂടി നമ്മൾ ഇവിടെ വിട്ടുപോയി, അവിടെ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഏത് കസ്റ്റമറാണോ അവരെ കസ്റ്റമർ ID സ്റ്റോർ ചെയ്യണം. ഫസ്റ്റ് ID, കസ്റ്റമർ ID എൻവെയർ ഓഫ് 10 കൊടുത്തു. ഓക്കെ, ട്രാൻസാക്ഷൻ ടേബിൾ. ഓക്കെ, ഞാൻ ഒരു ടേബിളും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ 2 ടേബിളാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ കസ്റ്റമർ മാസ്റ്ററിലേക്കും ട്രാൻസാക്ഷൻ മാസ്റ്ററിലേക്കും കുറച്ച് വാല്യൂസ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അതിനു മുമ്പ്
നമുക്കൊരു ഫോറിൻ കീ ഉണ്ട്. അതായത് കസ്റ്റമർ മാസ്റ്ററിൻ്റെ ഈ നമ്മൾ ഈ കോളം ഈ കസ്റ്റമർ എന്നുള്ള കോഡ് മാത്രമേ ട്രാൻസാക്ഷൻ്റെ കസ്റ്റമർ ഐ ഡിയിലേക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിളും അതായത് ട്രാൻസാക്ഷൻ ടേബിളിലേക്ക് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ കസ്റ്റമർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൈമറി കീ അല്ല ഫോറിൻ കീ സെറ്റ് ചെയ്യും. ന്യൂ ഫോറിൻ കീ ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ടേബിൾ ആൻഡ് സ്പെസിഫൈ വരും. ഇവിടെ FK എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വരും. വേണമെങ്കിൽ ഇതിൻ്റെ നെയിം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ആസ് ഇറ്റ് ഈസ് അങ്ങനെ കൊടുത്താൽ മതി. ഞാൻ FK ഫോറിൻ കീക്ക് വേണ്ടിയിട്ട് FK ട്രാൻ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ എന്ത് വേണമെങ്കിൽ നെയിമും കൊടുക്കാം. ഞാൻ നെയിം ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും അതേപോലെ വെക്കുന്നുണ്ടെങ്കിൽ അതേപോലെ വെക്കാം. എന്നിട്ട് ഇവിടെ 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഈ ട്രാൻസാക്ഷൻ ടേബിൾ ഇവിടെ കസ്റ്റമർ ടേബിൾ കൊടുക്കുക. ഈ ട്രാൻസാക്ഷൻ ടേബിളിൽ കസ്റ്റമർ ഐ ഡിയും കസ്റ്റമർ മാസ്റ്ററിൽ കസ്റ്റമർ കോഡും സെലക്ട് ചെയ്തിട്ട് ഇത് സെയിം ഡാറ്റ ടൈപ്പും സെയിം പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വേണം, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ട്രാൻസാക്ഷൻ കസ്റ്റമർ ഐ ഡി എൻവയർ ഓഫ് 10 ആണ് കൊടുത്തത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫീൽഡ് എൻവയർ ഓഫ് 30 ആണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ സെയിം സൈസ് തന്നെ കൊടുക്കുക. ഇവിടെ കൊടുത്തതിന് ശേഷം ടേബിൾ സേവ് ചെയ്തിട്ട് സെയിം ട്രാൻസാക്ഷൻ ടേബിളിൽ ഒന്നുകൂടി പോയി ന്യൂ ഫോറിൻ കീ കൊടുക്കുക. എന്നിട്ട് ഈ ടേബിൾ നെയിം അങ്ങനെ തന്നെ നിന്നോട്ട്, പ്രശ്നമില്ല, നമ്മൾ മാറ്റുന്നില്ല. ട്രാൻസാക്ഷൻ ടേബിളിൽ പോയിട്ട് കസ്റ്റമർ ടേബിൾ മാപ്പ് ചെയ്യുക. ട്രാൻസാക്ഷൻ ടേബിളിൽ കസ്റ്റമർ ഐ ഡി കൊടുക്കുക, ഓക്കെ കൊടുക്കുക, ക്ലോസ് ചെയ്തതിനാൽ എന്നിട്ട് കൺട്രോൾ ചെയ്തിട്ട് സേവ് ചെയ്തു. നമ്മളിവിടെ റീഫ്രഷ് ചെയ്തതിന് എന്താവും, കീസിൽ എക്സ്പാൻഡ് ചെയ്ത ഒരു ഫോറിൻ കീ വന്നിട്ടുണ്ട്. കസ്റ്റമർ മാസ്റ്റർ ട്രാൻസാക്ഷൻ ടേബിളിലെ കസ്റ്റമർ മാസ്റ്ററിൻ്റെ ഒരു ഫോറിൻ കീ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ജസ്റ്റ് ഒരു ഇൻസേർട്ട് കൊടുക്കാം. ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ഇൻ ടു ഏത് ടേബിളിലേക്കാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ടേബിൾ നെയിം. ഞാനിപ്പോൾ തൽക്കാലം ട്രാൻസാക്ഷൻ ടേബിളിലേക്കാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഈ ട്രാൻസാക്ഷനിലെ എല്ലാ ഏതൊക്കെ ഫീൽഡാണ് വേണ്ട ഫീൽഡ് മൊത്തം കൊടുക്കാം. നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇത് ഏത് ഓർഡറിലാണോ കൊടുത്തത് അതേ ഓർഡറിലായിരിക്കണം നമുക്ക് എന്താ വേണ്ടത്, താഴെ നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇത് കോമട്ട് എഴുതിയാൽ മതി. ട്രാൻസാക്ഷൻ ഐ ഡി കസ്റ്റമർ ഐ ഡി എമൗണ്ട് ട്രാൻസാക്ഷൻ. ഞാൻ എന്നിട്ട് താഴെ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം, 2026/02/23. ഓക്കെ, അതുപോലെ കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് പറയുന്നത് നമുക്ക് 1001 ഒരു ഐ ഡി, തൽക്കാലത്തേക്ക് ഒരു ഐ ഡി കൊടുക്കാം. കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്നത് നമ്മളെ ടേബിളിൽ ഏതാണ് കസ്റ്റമർ അതിൻ്റെ ഐ ഡി കൊടുക്കാം. എന്നിട്ട് എമൗണ്ട് എത്രയാണോ 200 ആണ്, 200. 3 മാർക്സ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നള്ളാക്കി വെക്കണമെങ്കിൽ നള്ളാക്കി വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫീൽഡ് നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കണം എന്ന് തന്നെയില്ല. ഇത് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എറർ അടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കീ എറർ അടിക്കും. അതായത് നമുക്ക് ഈ 1001 എന്ന് പറഞ്ഞൊരു കസ്റ്റമർ മാസ്റ്ററിലില്ല, അതുകൊണ്ടാണ് ഈ എറർ അടിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം കസ്റ്റമർ മാസ്റ്ററിലേക്ക് ഒരു ഇൻസേർട്ട് കൊടുക്കാം. ഇൻസേർട്ട് ഇൻടു കസ്റ്റമർ മാസ്റ്റർ സെലക്ട്. ഇപ്പോൾ കോളൻ നെയിം കൊടുക്കാത്തതുകൊണ്ട് ഈ കസ്റ്റമർ മാസ്റ്ററിൽ ഏതൊക്കെ ഫീൽഡ് ഉണ്ടോ ആ ഫീൽഡിലെ വാല്യൂ മൊത്തം നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. തൽക്കാലം 1001, അരുൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അരുൺ. അങ്ങനെ കസ്റ്റമർ മാസ്റ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, കാരണം ഈ ഓൾറെഡി 1001 എന്ന് പറയുന്നത് കസ്റ്റമർ മാസ്റ്റർ എല്ലാം ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴെ ഒരു സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ മാസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ മാസ്റ്ററിലെ ഡാറ്റയും കാണും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻ ടേബിളിലെ ഡാറ്റയും കാണി സെലക്ട് സ്റ്റാർ ഫ്രം ട്രാൻസാക്ഷൻ കൊടുക്കും. നമ്മൾ ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ട്രാൻസാക്ഷൻ ഡേറ്റും ഇതെല്ലാം കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2-3 ട്രാൻസാക്ഷൻ ഒരുമിച്ചാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഈ 1001 തന്നെ ഒരു 5-6 ട്രാൻസാക്ഷൻ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം.
അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സെയിം കസ്റ്റമർക്ക് തന്നെ ചെയ്യണമെങ്കിൽ എന്താ, ഇവിടെ യൂണിയൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. യൂണിയൻ ഓൾ കൊടുക്കുക. സെയിം സംഭവം തന്നെ ഒന്നുകൂടി കോപ്പി ചെയ്തിടാം. നമുക്ക് ട്രാൻസാക്ഷൻ ഐ ഡി മാറ്റിയിട്ട് 1002 ആക്കാം. ഇത് സെയിം തന്നെ നമ്മളൊരു 100 കൂടി ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് മാത്രം സെലക്ട് ചെയ്താൽ എന്താ, അതിലേക്ക് 2 വട്ടം ഇൻസേർട്ട് ആവും. ഇത് എത്ര വട്ടം ഇൻസേർട്ട് ചെയ്യുന്നോ അത്രയും വട്ടം നമ്മളെ ആ ടേബിളിലേക്ക് ഇൻസേർഷൻ പോകും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഫോറിൻ കീ സെറ്റ് ചെയ്യുക. അതേപോലെ ട്രാൻസാക്ഷൻ ടേബിളിലേക്ക് ഇൻസേർഷൻ ഇങ്ങനെയാണോ ഇൻസേർട്ട് ചെയ്യാം. സെലക്ട് ഇതേപോലെ വർക്ക് ചെയ്യും. നമ്മൾ സെലക്റ്റിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് നെയിം കൊടുക്കുകയാണെങ്കിൽ ആ ഫീൽഡ് നെയിം മാത്രം സെലക്ട് ആവും. ട്രാൻസാക്ഷൻ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏതോ ഫീൽഡ് വേണ്ട ഫീൽഡ് മാത്രം സെലക്ട് ചെയ്യും. ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ട്രാൻസാക്ഷൻ ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് ഡേറ്റ് മാത്രമേ നമുക്ക് പ്രിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ കോളത്തിന്റെ ഇവിടെ ഇല്ല കോളത്തിന്റെ നെയിം പറഞ്ഞെങ്കിൽ ഡേറ്റ് കൊടുക്കാം സ്പേസ് ഇട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് സ്പേസ് ഇട്ട് കൊടുക്കണമെങ്കിലാണ് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുക, ഇല്ല നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. ട്രാൻസാക്ഷൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോളം നെയിം അതായിട്ട് മാറും. നമുക്ക് ട്രാൻസാക്ഷൻ ഡേറ്റും കസ്റ്റമർ ഐ ഡിയും എമൗണ്ടും ആണ് കൊടുക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, ഇത് 3 കൊടുക്കാം. കേട്ടോ, ഇനി ഞാൻ കുറച്ച് ഡാറ്റ 22-ാം തീയതിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി കുറച്ച് ഡാറ്റ ജനുവരിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ജനുവരി ഇത് സെലക്ട് ചെയ്താൽ കാണാൻ പറ്റും. ഫെബ്രുവരിയിൽ കുറച്ച് ഡാറ്റ ഉണ്ട്, ജനുവരിയിൽ കുറച്ച് ഡാറ്റ ഉണ്ട്. ഓക്കെ, ഇനി എനിക്ക് കാണേണ്ടത് ഒരു ദിവസം നടന്ന ടോട്ടൽ ട്രാൻസാക്ഷൻ്റെ കൗണ്ട് കാണണം, അതേപോലെ ടോട്ടൽ ട്രാൻസാക്ഷൻ്റെ എമൗണ്ടും കാണണം. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ചില എമൗണ്ട് ഞാൻ വിഡ്രോ ചെയ്തെന്നിരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ 50 dirhams വിഡ്രോ ചെയ്തു. 50 വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ മൈനസ് ആക്കും. ഇവിടെ ഒരു 20 മൈനസ് ചെയ്തു. ഓക്കെ, ഞാൻ അതേപോലെ ഫെബ്രുവരിയിലും 2 ട്രാൻസാക്ഷൻ ചെയ്തു, അത് ഇതേപോലെ വിഡ്രോ ചെയ്തു. ഇവിടെ സെലക്ട് ചെയ്തതിന് എന്താണ് പറ്റും, ഇത് ഇവിടെ കൊടുത്ത ഐ ഡി ഡ്യൂപ്ലിക്കേഷൻ വരാൻ പാടില്ല. ഇപ്പോൾ തൽക്കാലം എക്സാമ്പിൾ ആയിക്കൊണ്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. കേട്ടോ, അതായത് ട്രാൻസാക്ഷൻ്റെ ഐ ഡി എന്ന് പറയുന്നത് 100, 102, 103 അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ തൽക്കാലം നമ്മൾ എക്സാമ്പിൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. കേട്ടോ, ട്രാൻസാക്ഷൻ ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് ഒരു ദിവസം നടന്ന ട്രാൻസാക്ഷൻ മാത്രമേ കാണുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ദിവസം നടന്ന ട്രാൻസാക്ഷൻ മാത്രം കാണുമെങ്കിൽ എന്ത് ചെയ്യും, നമുക്കൊരു കണ്ടീഷൻ ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും വേർ കണ്ടീഷൻ ഏതാണോ ഫീൽഡ്, ഞാനിപ്പോൾ തൽക്കാലം ഡേറ്റ് ആണ് എടുക്കുന്നത്, ട്രാൻസാക്ഷൻ ഡേറ്റ് എടുക്കാം, ഈക്വൽ ടു ഏതാണോ ഡേറ്റ് ആ ഡേറ്റ് കൊടുക്കാം. 2026.2/23 കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിലെ ട്രാൻസാക്ഷൻ മാത്രം വരും. ക്ലിയർ ആയോ? പിന്നെ അതേപോലെ നമുക്ക് ജനുവരിയിലെ മാത്രം കാണണമെങ്കിൽ ജനുവരി മാത്രം. ജനുവരി ട്രാൻസാക്ഷൻ 22 ആണ് നമ്മൾ കൊടുത്തത്, അപ്പോൾ അത് മാത്രം ചെക്ക് ചെയ്ത് നോക്കും. കണ്ടോ, ഇനി 2026 ഫെബ്രുവരിയിലെ ഫുൾ ട്രാൻസാക്ഷൻ കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഗ്രേറ്റർ ദാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡേറ്റിന് മേലിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടോ അതൊക്കെ കാണും. ഇനി നമ്മൾ ലെസ് ദാൻ കൊടുക്കുകയാണെങ്കിൽ അതിന് താഴത്തുള്ള എല്ലാം കാണും. ഓക്കെ, ഇനി നമുക്ക് വെറും ലെസ് ദാൻ ട്രാൻസാക്ഷൻ കാണാം. ഇതെന്ന് പറയുന്നത് വിഡ്രോവൽ ആണ്, ഇത് ഡെപ്പോസിറ്റ് ആണ്. നമുക്ക് വെറും എന്ത് ചെയ്യാം, വിഡ്രോവൽ മാത്രമേ കാണണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആൻഡ് ഏതാണോ നമ്മൾ ഫീൽഡ്, സെക്കൻഡ് ഫീൽഡ് എമൗണ്ട് ലെസ് ദാൻ 0 ആണോ, ഇത് മാത്രം. അപ്പം നമുക്ക് ഇതേപോലെ മൾട്ടിപ്പിൾ സെലക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. മൾട്ടിപ്പിൾ സെലക്ഷൻ കൊടുക്കാം, ആൻഡ് കൊടുക്കാം, ഓർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മതി. ഒന്നിക്ക ഫെബ്രുവരിൻ്റെ താഴെ ആയാൽ മതി, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആയാൽ മതി. അതായത് ഇതുണ്ടോ, ഇതെന്ന് പറയുന്നത് മൈനസ് എല്ലാം വരും, അതായത് ഈ ഒരു കണ്ടീഷൻ എല്ലാം വരും. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡേറ്റ് ജനുവരി
താഴെയാണെന്നുള്ളൂ. ഈ ഫെബ്രുവരിയിൽ 2 ട്രാൻസാക്ഷൻ വരാനുള്ള കാരണം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളൂ. ആൻഡ് കൊടുത്തതിന് എന്തോ 2 കണ്ടീഷൻ ഈക്വൽ ആയാൽ മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സെലക്ടിൻ്റെ ഒരു എക്സാമ്പിൾ. നമുക്കിനി ഒരു ദിവസം നടന്ന ട്രാൻസാക്ഷൻ്റെ കൗണ്ട് കാണണം ഓരോ ദിവസം. അതിനെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് സ്റ്റാർ ഫ്രം ട്രാൻസാക്ഷൻ ടേബിൾ. നമുക്ക് ഏത് ഫീൽഡാണ് ഗ്രൂപ്പ് ബൈ ആക്കേണ്ടത്, ഇത് ഗ്രൂപ്പ് ബൈ കൊടുക്കുക, എന്നിട്ട് ആ ഫീൽഡ് നെയിം കൊടുക്കുക. ഞാൻ ഇപ്പോൾ ട്രാൻസാക്ഷൻ ഡേറ്റ് ആണ് കൊടുക്കുന്നത്. ട്രാൻസാക്ഷൻ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കിട്ടും. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ കൗണ്ട് കിട്ടണം. എത്ര ട്രാൻസാക്ഷൻ ചെയ്താണെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കൗണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് കിട്ടും. ആലിയാസ് കൊടുക്കാം, ട്രാൻ കൗണ്ട് പറഞ്ഞിട്ട് കൊടുക്കാം. അങ്ങനെ ട്രാൻസാക്ഷൻ കൗണ്ട് കിട്ടും. ഇനി എനിക്ക് ടോട്ടൽ വാല്യൂ ആണ് കിട്ടുകയെങ്കിൽ സമ്മോ ഈ ഒരു ഫീൽഡിൻ്റെ സമ്മ് കിട്ടേണ്ടി. ഓരോ ദിവസവും നടന്ന ട്രാൻസാക്ഷൻ്റെ ടോട്ടൽ സം എമൗണ്ട് കിട്ടും, ട്രാൻ എമൗണ്ട് കിട്ടും. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് തന്നെ കിട്ടും ഉണ്ടോ. ഓരോ ദിവസത്തെ ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷൻ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് 22 എന്ന് പറയുന്നത് 4 ട്രാൻസാക്ഷൻ ഉള്ളത്. ഫസ്റ്റ് ഓഫ് 22 1 2 3 4. ഇതിൻ്റെ ടോട്ടൽ സമ്മായിരിക്കും നമ്മളിവിടെ കാണിക്കാം. പിന്നെ നമുക്കെന്ന് പറയുന്നത് ഓർഡർ ബൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് ഗ്രൂപ്പ് ബൈ എല്ലാവർക്കും മനസ്സിലായി. ഗ്രൂപ്പ് ബൈ ഏതാണോ ഫീൽഡ് കൊടുക്കുക ആ ഫീൽഡ് ഫസ്റ്റ് കൊടുക്കുക, കോമ അതിനുശേഷമുള്ള ഫീൽഡ് ഒന്നിക്ക കൗണ്ടോ സമ്മോ ആവറേജോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ആവറേജ് കൊടുത്തു കഴിഞ്ഞാൽ ആവറേജ് വർക്ക് ചെയ്യും, സം കൊടുത്തു കഴിഞ്ഞാൽ സം വർക്ക് ചെയ്യും. പിന്നെ മിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ നടന്ന ഏറ്റവും ഹയസ്റ്റ് ഏതാണെന്ന് കിട്ടും. മാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ലോവസ്റ്റ് കാണിക്കും മിന്നിൽ, മാക്സിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ കാണിക്കും. ഇനി ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെ റാൻഡം ആയിട്ടായിരിക്കും കാണിക്കാം. അതായത് ഒരു ഷോർട്ട് ഓർഡറിലായിരിക്കില്ല, ഏതൊക്കെയോ ഓർഡറിലായിരിക്കാം. ഈ ഫസ്റ്റ് ഇപ്പോൾ വന്നത് 200 ആണെങ്കിൽ നെക്സ്റ്റ് ഓരോ വട്ടം ചെയ്യുന്ന സമയത്തും ഓർഡർ ചിലപ്പോൾ അപ്പുറപ്പുറമൊക്കെ മാറി വരും. അപ്പം നമുക്ക് ഈ ഡേറ്റ് വെച്ചിട്ടാണ് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഓർഡർ ബൈ. ഏതാണോ ഡേറ്റ് ഫീൽഡ് അതിൻ്റെ ട്രാൻ ഡേറ്റ് ഡിസ്ക് കൊടുത്തതിന് എന്താ ഡിസെൻഡിങ് ഓർഡറിൽ വരും. ഒന്ന് കൊടുത്തിട്ടെങ്കിൽ ഡീഫോൾട്ട് അസെൻഡിങ് ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് അസെൻഡിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡേറ്റ് ലോവസ്റ്റ് ഡേറ്റ് ഏതാണോ അത് ഫസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഈ സെലക്ട് ക്വറിയിൽ ഇപ്പോൾ ഓർഡർ ബൈയും പഠിച്ചു, അതേപോലെ ഈ ട്രാൻസാക്ഷൻ ടേബിളും ഇതും പഠിച്ചു. ട്രാൻസാക്ഷൻ ടേബിൾ